ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്നത് പൊരിച്ച പത്തിരിയാണ്. ഞാനിവിടെ മാവ് കുഴച്ച് വെച്ചിരിക്കുന്നത് 1 കപ്പ് ചോറും 1 കപ്പ് അരിപ്പൊടിയും കൂടി മിക്സിയിൽ അടിച്ചിട്ടാണ് നമ്മളിവിടെ പ്രസ്സിൽ ചെറുതായിട്ട് പത്തിരിയുടെ വലിപ്പത്തിന് പരത്തിയിട്ട് പൊരിച്ചെടുക്കുകയാണ്. നമ്മളിങ്ങനെ പൊരിക്കുമ്പോൾ നല്ല വെള്ള കളറായിരിക്കും. നമ്മൾ പൂരിയൊക്കെ പൊരിക്കുന്നത് പോലെ തന്നെ പൊരിച്ച പത്തിരി നല്ല സോഫ്റ്റാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിൽ നമ്മൾ ചേർക്കുന്നത് ഉപ്പും ചോറും അരിപ്പൊടിയും മാത്രമാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. ഇതുപോലെ നല്ല വെള്ള കളറിൽ കിട്ടണം. പത്തിരി ഇവിടെ റെഡിയായി. കണ്ടില്ലേ, നല്ല വെള്ള പത്തിരി. പൊരിച്ച പത്തിരിയും സോയാബീൻ കറിയും ഇവിടെ റെഡിയായി. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ പത്തിരി പൊരിക്കാൻ പറ്റും. എളുപ്പമാണ്, ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ. 1 കപ്പ് ചോറ്, 1/2 കപ്പ് അരിപ്പൊടി, അത്രയും മതിയാവും. നമുക്ക് മിക്സിയിലിട്ട് 2 പ്രാവശ്യം ഒന്ന് കറക്കിയാൽ തന്നെ അത് റെഡിയാവും. കുഴച്ച് നമ്മൾ പൂരിക്ക് മാവ് കുഴയ്ക്കുന്നത് പോലെ വെള്ളമൊന്നും ചേർക്കാതെ അത് തന്നെ കുഴഞ്ഞ് കിട്ടും. അത് ചെറിയ റോളാക്കിയിട്ട് പൂരിക്ക് പരത്തുന്ന പോലെ പ്രസ്സിലോ പലകയിലോ പരത്തിയിട്ട് പൊരിച്ചെടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റുണ്ട്, കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളതാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.